എൻ്റെ മോനെ ഒന്ന് പഠിപ്പിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ളത്. കടബാധ്യത ഒന്ന് ഒഴിഞ്ഞു കിട്ടണം മോനെ. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ടാർപ്പ മേടിച്ചിട്ടാണെങ്കിലും നമ്മളെങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ചെയ്യാം. പക്ഷെ ബാങ്കുകാർ സമ്മതിക്കത്തില്ല ഒന്നിനും. ടീച്ചർമാരും എല്ലാവരും ഇപ്പോൾ എന്തെങ്കിലും കൊച്ചിൻ്റെ പഠനത്തിന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതും. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ 2ാം ഡിവിഷനിലുള്ള ചന്ദ്രബാബു ചേട്ടൻ്റെ വീട്ടിലാണ്. നിങ്ങൾ ഈ എൻ്റെ പിന്നാമ്പുറത്ത് കാണുന്നത് അവർ ജീവിക്കുന്ന അവരുടെ വീടാണ്. ഈ ചുറ്റുപാട് ഇപ്പോൾ വെള്ളം കയറിയപ്പോൾ ഈ വീടിനകവും ചുറ്റുപാടുമൊക്കെ വെള്ളത്തിൽ മുങ്ങിയൊരു സാഹചര്യത്തിൽ വളരെ ദുസ്സഹമായൊരു ജീവിതമാണ് ഇവർ ഇവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അവിചാരിതമായിട്ട് പോകുമ്പോഴാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവരിങ്ങനെ ബുദ്ധിമുട്ടുന്നൊരു കാഴ്ച കാണേണ്ടി വന്നത്. മോനെ, ഈ വീടൊന്ന് കണ്ടു നോക്കുന്ന വിളിയിൽ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പാമ്പിറങ്ങി പോകുന്ന കാഴ്ചയാണ് ആദ്യം കണ്ടത്. അത്ര അടച്ചുറപ്പോ ഒട്ടും സുരക്ഷിതത്വമോ ഇല്ലാത്തൊരു വീട്ടിലാണ് ഇവർ കഴിയുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മോൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് 10 മാസം കഴിഞ്ഞ് ആ കുടുംബം ആകെ ദുരിതാവസ്ഥയിൽ തുടരുകയാണ്. കൊല്ലം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് 2 ലക്ഷത്തിലധികം തിരിച്ചടയ്ക്കുകയും ആ തുക പലിശ ഇനത്തിൽ പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയും അടയ്ക്കാൻ തീരെ നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവരുള്ളത്. ഇത് കാരണം പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച ഫണ്ട് പ്രമാണം കിട്ടാത്തതിൻ്റെ പേരിൽ ഉപയോഗപ്പെടുത്താനോ കഴിയാതെ പോയി. ഈ മോൻ്റെ പഠനം പോലും അധ്യാപകരുടെ സന്മനസ്സിനാൽ തുടർന്നു പോവുകയാണ്. ഒളിഞ്ഞു വീടാറായ ഈ കൂരയ്ക്കുള്ളിൽ സങ്കടങ്ങളും ദുരിതവും അടക്കി പിടിച്ച് ജീവിക്കുന്ന ഈ മനുഷ്യരെയും നമുക്ക് ചേർത്ത് നിർത്താം. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെറിയൊരു സഹായമെങ്കിലും ചെയ്ത് ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് മാക്സിമം ഷെയർ ചെയ്ത് അവർക്കൊരു കൈസഹായത്തിനായി നിങ്ങൾക്കും സാധിക്കട്ടെ.